വീട് തന്നെ എന്തോ നിങ്ങൾ വിളിച്ചു നോക്കി. ശീതളന്റെ പെങ്ങളെ, ശീതളന്റെ പെങ്ങളെ, ഇവിടെ ആരും ഇല്ലേ? ഹലോ, എന്നോട് സത്യം മാത്രമേ പറയാവൂ, ഇല്ലെങ്കിൽ അടിച്ച് നിന്റെ എല്ല് ഞാൻ വെള്ളാക്കി കളയും. എവിടെ ശീതളൻ? ശീതളേട്ടൻ ജയിലിലാണ്. അമ്മോന്റെ ഇടയ്ക്ക് പോയി നടന്നാരിയാ പറയണേ. എവിടെ ശീതളൻ? സത്യമായിട്ട് ഏട്ടൻ ജയിലിലാണ്. നീ അവനെ എവിടെ ഒളിപ്പിച്ചു വെച്ചെങ്കിൽ പറഞ്ഞോ, എല്ലാത്തിനും വലിച്ചിട്ട് ചവിട്ടി ഞാൻ. ഇല്ലെങ്കിൽ ജയിലിൽ കിടക്കണ ആളെ ഞാൻ എങ്ങനെയാണ് ഒളിപ്പിക്കണേ? പെങ്ങളെ എവിടെ ഇടണ്ടെങ്കിലും പറഞ്ഞു കൊടുത്താൽ ഇടങ്ങാറാക്കണ്ട നിങ്ങള്. ചേട്ടാ, ഇവര് ശീതളേട്ടനെ ചോദിക്കണ്. എന്താ സാർ? ഇയാളാരോ? എന്റെ ഭർത്താവാണ്. എന്താ നിങ്ങളെ പേര്? ഞാനാരാ? പോലീസുകാരെ അല്ലേ? ചോദ്യം ഞാൻ ചോദിക്കും കേട്ടോ. നിങ്ങളുടെ പേരെന്താ? സുഗതൻ. അല്ലേ ഞാൻ ചോദിച്ചത്. എന്താ സാർ? ഓക്കെ, വെറുതെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. അല്ല സാർ, എന്താ പ്രശ്നം? ശീതളന്റെ അളിയാ, ശീതളനെ ഇങ്ങോട്ട് ഇറക്കി വിടന്ന്. എന്റെ സാർ, അളിയനെ ഞങ്ങളെങ്ങനെ ഇറക്കി വിടുന്നു? ജയിലിലല്ലേ അവൻ, സാറ് വിചാരിക്കണ്ട ഇറക്കി വിടാൻ. ഓൻ ജയിലിൽ നിന്നൊക്കെ ചാടി പീലും മണ്ടി നടക്കണ്ടെന്ന്. അളിയനോ? എന്റെ ഏട്ടാ അങ്ങനൊന്നും ചെയ്യില്ല. ആര് പറഞ്ഞു? ഞാൻ അവനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി എന്റെ കണ്ണു വെട്ടിച്ചാൻ ഓടിപ്പോയതാണ്. അവൻ എങ്ങോട്ടാ വന്നതെന്ന് എനിക്ക് അറിയപ്പെട്ടിയല്ലോ. അത് ശരി, എന്റെ ചേട്ടനെ സാർ എവിടെയാണ് കൊണ്ട് കളഞ്ഞത്? അതെ, എന്റെ അളിയൻ എന്തെങ്കിലും പറ്റിയ സാർ ഉത്തരം പറയേണ്ടി വരും കേട്ടോ. പറഞ്ഞു എവിടെ കൊണ്ട് കളഞ്ഞെന്ന് പറയാൻ, അല്ലെങ്കിൽ ഞാൻ കൊണ്ട് കേസ് കൊടുക്കും. അതെ, പോലീസുകാരോട് ഇങ്ങനെയൊന്നും വർത്താനം പറയാൻ പാടില്ല കേട്ടോ. എന്താ പറഞ്ഞാലെന്താ? അപ്പൊ നിനക്ക് പോലീസിനെ പേടിയില്ലേ? എനിക്ക് കാര്യം പറയാൻ ഒരാളെയും പേടിയില്ല. പിന്നെ അവൻ എവിടെ പോയി? അല്ല, ബന്ധുക്കളുടെ തന്നെ പോയിണ്ടാവൂ. ഞാൻ ആരാണോ? നിങ്ങൾ പോലീസുകാരെ അല്ലേ? ചോദ്യങ്ങൾ ഞാൻ ചോദിക്കൂലേ? നിങ്ങൾ വെറുതെ നിൽക്കുന്നോണ്ട് ഞാൻ ചോദിച്ചാന്ന്. നിക്ക്. ഇനിയിപ്പോ ബന്ധുക്കളുടെ അടുത്ത് എങ്ങാനും പോയിട്ടുണ്ടാവോ? നിന്നല്ലേ ഞാൻ ചോദിച്ചത്. അതെ, ഇവിടെ അടുത്തൊന്നും ബന്ധുക്കളില്ല സാർ. അടുത്തില്ല എന്ന് പറഞ്ഞാ പിന്നെ അളിയന്റെ ബന്ധുക്കളൊക്കെ ദൂരെയാണ്, ഞങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ദൂരെ എന്ന് പറഞ്ഞ അവിടെ? ദൂരെ എന്ന് പറഞ്ഞാ അഹമ്മദാബാദിൽ ഒരു അമ്മാവനുണ്ട്. അമ്മാവുണ്ട്. പിന്നെ ഒരു പെങ്ങളുള്ളത് ചെന്നൈയിലാണ്. പിന്നെ ആ മനു എവിടെയായിരുന്നു? മനു മറ്റേ മുംബൈയിലെ. സാറേ, അങ്ങോട്ടൊന്നും ഓട്ടോറിക്ഷ പോലെ കേട്ടോ. ഓട്ടോറിക്ഷന്റെ കൂലി ഇറങ്ങൾ പോലീസ് സ്റ്റേഷൻ വെക്കേണ്ടി വരും. ഇയാളെ കൊണ്ട് ഞാൻ വലഞ്ഞല്ല തമ്പുരാനെ. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഞാൻ വിശ്വസിച്ചു എന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകുക. എന്നാൽ അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. എനിക്ക് സത്യം അറിയണം. എവിടെയാണ് നിങ്ങളുടെ വിറക് വര? അതിന് വലിയ സത്യം പറയാനൊന്നുമില്ല. അതേ അവിടെ ഉണ്ട് വിറക് വര, പോയി നോക്ക്. സാറേ, നിങ്ങൾ പോയി നോക്കിയിട്ട് വരി. വരെ ഞാൻ നോക്കിക്കൊള്ളാം. ഒരു വഴിയുള്ള തുമ്പും പോവുകയും ചെല്ലി. വല്ലാത്തൊരു പോലീസുകാരനോ. ഭട്ടാന്ന് കൊറേ നേരം ഇന്നേം കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഓട്ടോറിക്ഷന്റെ പൈസ കിട്ടുമെന്ന് എനിക്കിപ്പോ. നിങ്ങൾ ആളിവിടെ എന്റെ സത്യം പറഞ്ഞു കൊടുത്താലേ ആളുണ്ടോ? മലയാളത്തിലല്ലേ ഇത്ര നേരം ഞാൻ പറഞ്ഞു? ഞാൻ പോലീസല്ല, ഞാൻ ഓട്ടോറിക്ഷക്കാരനാ. സത്യം പറ, അളിയൻ എന്തെങ്കിലും വരുന്നില്ല. എന്താണ്? എനിക്ക് സത്യം അറിയണം. ആരുടെ ശീതള റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയത്? സാറിനോട് വന്നപ്പോ തൊട്ട് മലയാളത്തിലല്ലേ ഞാൻ പറയണത്. ശീതളേട്ടൻ ജയിലിലാണെന്നേ ഞങ്ങൾക്ക് അറിയാവുള്ളൂ. നീ എന്താ വന്നപ്പോ മുതൽ എന്നോട് കുരക്കാൻ നിൽക്കുന്നത്? വീട്ടുമുറ്റത്തോന്ന് എടിപൊടിന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ, ഞാൻ കൊണ്ട് കേസ് കൊടുക്കും. കോടതിയിലേക്ക് പോകുമ്പോ ഒരാളെ നോക്കാൻ പോലും പറ്റാത്ത തന്നെ ആരാണ് പോലീസിലെടുത്ത്? ഇവിടെ നിങ്ങളെ മാനം പോകും, എന്റെ മാനം കൂടി എന്തിനാ പോക്കണേ? പോരി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എന്റെ ചേട്ടനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇയാളെ ഞങ്ങൾ കോടതി കയറ്റും. തീരുമാനമായല്ലോ. ഒരു കംപ്ലീറ്റ് വെട്ട് ഫാമിലിയാന്ന് തോന്നട്ടോ. എന്താ ടൈമിൽ കണ്ടില്ല ഒരു വെട്ട്? പോലീസുകാരൊക്കെ കൂടി എങ്ങാണ്ട് കൊണ്ട് കളഞ്ഞാണ് എന്റെ ചേട്ടന്. ഇങ്ങനെയൊന്നും അളിയനൊന്നും പറ്റില്ല. ഇനിയിപ്പോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ എന്തോ. ഞാനൊന്ന് അന്വേഷിച്ചോട്ടെ, നീ ചെല്ലി ഒന്നും പോയി അന്വേഷിച്ചിട്ട് വാ.